ഇന്ന് നമ്മൾ കേരളത്തിൻ്റെ ഗോവ എന്നറിയപ്പെടുന്ന ഫോർട്ട് കൊച്ചിനിലോട്ട് വാട്ടർ മെട്രോയിൽ ഒരു ചെറിയ യാത്രയാണ്. നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ പലപ്പോഴും പലരും ട്രോളായിട്ട് എടുക്കാറുണ്ട്. നമ്മൾ മുകളിൽ മെട്രോ, നടുക്ക് കേരയിൽ, അതിനും താഴെ വാട്ടർ മെട്രോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളെല്ലാവരും പലരും ട്രോളാറുണ്ട്. എന്നാൽ നമ്മൾ ഈ വാട്ടർ മെട്രോയും മറ്റ് മെട്രോ സർവീസൊക്കെ എത്ര പേരൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാനൊക്കെ ഇവിടെ അടുത്തായിട്ട് തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഒന്ന് പോകാനായിട്ട് അവസരമുണ്ടായത്. കാരണം നമ്മുടെ ഫോർട്ട് കൊച്ചിനിൽ, നമ്മുടെ കേരളത്തിൻ്റെ ഗോവ എന്നറിയപ്പെടുന്ന ഫോർട്ട് കൊച്ചിനിൽ ന്യൂ ഇയർ സെലിബ്രേഷനൊക്കെ ഭയങ്കര കേമമാണ്. അപ്പോൾ അതിൻ്റെ ഈ പ്രാവശ്യം അത്ര കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. അതിൻ്റെ ബാക്കി പത്രങ്ങൾ എന്തെങ്കിലും കൊണ്ടോ എന്നൊന്ന് സെർച്ച് ചെയ്യാമെന്ന് വിചാരിച്ചാണ് അങ്ങോട്ടൊരു യാത്ര പുറപ്പെട്ടത്. വാട്ടർ മെട്രോ സർവീസ് ഭയങ്കരമായ കോസ്റ്റ്ലി ഒന്നുമല്ല. അത് എല്ലാ സ്ഥലങ്ങളിലേക്കും അത്ര സർവീസുകൾ ആരംഭിച്ചിട്ടില്ല. എങ്കിലും മൊത്തത്തിൽ നല്ലൊരു പുതിയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കണം നല്ല ഹൈജീനിക്കായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മുടെ ബോട്ടിനകത്താണെങ്കിലും ഫുൾ AC ആയിട്ട് നല്ല ഹൈജീനിക്കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അതിന് വേണ്ട എടുക്കേണ്ട സുരക്ഷകളെക്കുറിച്ച്, ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കേണ്ട വിധത്തെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളെല്ലാം, നിർദ്ദേശങ്ങളെല്ലാം അതിനകത്ത് തന്നെ എപ്പോഴും തന്നുകൊണ്ടിരിക്കും. കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിലെ വലിയ ബിൽഡിങ്സ് നമ്മൾ കാണുന്നുണ്ട്. ഇത് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നാണ് നമുക്ക് ഈ സർവീസ് ഉള്ളത്. വൈറ്റ് ലൈനും ഉണ്ടെന്നാണ് അറിയുന്നത്. നമ്മൾ ബോൾഗാട്ടി ഐലൻഡ് പാലസിലേക്ക് ഒന്ന് വലം വെച്ചാണ് ഇപ്പോൾ പോകുന്നത്. ടൂറിസം മേഖലയിലാണെങ്കിലും കൊച്ചിക്ക് വളരെയധികം സംഭാവനകൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ മറ്റ് മാൽഡീവ്സ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള പോലെ സീ പ്ലെയിനുകൾ, അതുപോലെ മറ്റ് ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ നടത്താവുന്നതാണ്. നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു വരുന്നത്, ഏതെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എവിടെയെങ്കിലും കൊണ്ടിടുക, അതെങ്ങനെയെങ്കിലും നശിച്ചുപോവും, പിന്നെ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ഒന്നുമില്ല. അപ്പോൾ വിദേശികളെ സ്വദേശികളെ ഒക്കെ ആകർഷിക്കുന്ന രീതിയിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ പ്ലാനിങ്ങോടുകൂടി ചെയ്യാവുന്നതാണ് ഈ കായൽ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തി. ഫോർട്ട് കൊച്ചി ആണെങ്കിലും നമ്മൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കാണുന്ന അതേ രീതിയിലാണ് ഇപ്പോഴും തുടരുന്നത്. അവിടെയാണെങ്കിലും സർക്കാരിൻ്റെ അധീനതയിലുള്ള ആ ഒരു പ്രദേശത്ത് വളരെയധികം ഡെവലപ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാവുന്നതാണ്. ടൂറിസം വകുപ്പിൽ തന്നെ നമ്മൾ ധാരാളം തുക വകയിരുത്താറുണ്ട്. അത് നല്ലൊരു പ്ലാനിങ്ങോടുകൂടി ഒരു സ്ഥിരം നിലനിൽക്കുന്ന ഒരു സംഭവം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഗുണം എല്ലാവർക്കും ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വാട്ടർ മെട്രോ ഒരു നല്ലൊരു മുന്നേറ്റമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഒരു ചെറിയൊരു ഓട്ടപ്രദർശനം മാത്രമാണ് നടത്തുന്നത്. എല്ലാ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഫോർട്ട് കൊച്ചിക്ക് കുറേ നാൾ മുമ്പ് ഇവിടെ വരുന്ന അതേ ഒരു മുഖവും പ്രതിച്ഛായയും തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഈ സെലിബ്രേഷൻ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ കൊച്ചിൻ കാർണിവൽ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പ്രാവശ്യം അത്ര ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം സർക്കാരിൻ്റെ അധീനതയിലുള്ളൊരു ഏരിയയാണ് പ്രധാനമായിട്ടും ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി ഒരുങ്ങുന്നത്. 2 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരുക്കങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. ഈ പ്രാവശ്യം നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ നിര്യാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദുഃഖാചരണം കാരണം ആഘോഷങ്ങളെല്ലാം വെട്ടി ചുരുക്കി ആയിരുന്നു ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്. നമ്മൾ സാധാരണ ഈ ഗാമ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്റ്റേജൊക്കെ കെട്ടി അവിടെയാണ് പ്രധാനമായിട്ടും ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. അപ്പോൾ അവിടെ ക്രിസ്മസ് ഫാദറിൻ്റെ ഒരു കട്ടൗട്ട്, പാപ്പാഞ്ഞിയുടെ ഒരു കട്ടൗട്ട് ഉണ്ടാക്കി അത് ഡിസംബർ 31 രാത്രിയിൽ അത് കത്തിക്കുന്ന ഒരു ചടങ്ങുണ്ട്. മുൻപ് ഇവിടെ പോർച്ചുഗീസ് നല്ല ഒരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരുക്കമായിട്ട് പഴയ കാലത്തെ ഉരിഞ്ഞു മാറ്റുന്ന, അല്ലെങ്കിൽ പഴയ തിന്മകളും എല്ലാം ഉപേക്ഷിച്ച് പുതിയ വർഷത്തെ വരവേൽക്കുന്ന ഒരു സിംബോളിക്കായിട്ടാണ് ഈ ഒരു പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന ഒരു ചടങ്ങൊക്കെ നടത്തി വരുന്നത്. കുറച്ച് ഹോട്ടലുകളും
കുറേ കടകളുമൊക്കെ കാണാം. എങ്കിലും ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഹൈജീനിക് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇപ്പോഴും ഇവിടെ അത്ര അങ്ങോട്ട് ആയിട്ടില്ല. അലഞ്ഞ് നടക്കുന്ന കുറേ നായ്ക്കളെ കാണാൻ സാധിച്ചു. അതുപോലെ ഇവിടെയാണെങ്കിലും നമുക്ക് നല്ലൊരു ഫുഡ് സ്റ്റോള്, നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് സ്റ്റോള് ഒക്കെ നടത്താവുന്നതാണ്. ഇത് ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഒരു കുട്ടികളുടെ ഒരു പാർക്കാണ് കാണുന്നത്. ഈ പ്രദേശത്തിന് വെളിയിലായിട്ട് ധാരാളം റിസോർട്ടുകൾ, കുറേ സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. എങ്കിലും ഇവിടെ നമ്മൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ പരിപാലിക്കേണ്ടതാണെന്ന് ആണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇതാണ് ഗാമ സ്ക്വയർ. ഇവിടെയാണ് ഒരു സ്റ്റേജൊക്കെ കെട്ടിയിട്ടുള്ളത്. ഇവിടെയാണ് പ്രധാനമായിട്ടും ന്യൂ ഇയർ ആഘോഷങ്ങൾ നടക്കുന്നത്. നമ്മുടെ ഗോവയിലെ ആഘോഷങ്ങളോട് ഏകദേശം കിടപിടിക്കുന്ന ഒരു ആഘോഷങ്ങളാണ് ഇവിടെ നടത്താറുള്ളത്. കുറേയൊക്കെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ട പ്രശ്നങ്ങൾ, മദ്യം, മയക്കുമരുന്ന് പോലെയുള്ള ശല്യങ്ങളൊക്കെ ഇവിടെയുമുണ്ട്. എങ്കിലും എല്ലാം ഒരു നല്ലൊരു നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് ഇവിടെ കൊണ്ടാടുന്നത്. ഇത് പഴയൊരു ജയിലാണ്. ഫ്രീഡം സ്ട്രഗിൾ ജയിലെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ചീനവലകളാണ്. കുറച്ച് അപ്പുറത്തേക്കൊക്കെ മാറി ഫ്രഷായിട്ട് പിടിക്കുന്ന മീനിനെ അപ്പോൾ തന്നെ വറുത്ത് തരുന്ന ഒരു ചെറിയ സജ്ജീകരണങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചത്. കുറച്ചൊക്കെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഈ ഏരിയയിലുണ്ട്. എങ്കിലും നമ്മളൊരു ടൂറിസം മേഖലയിൽ ഇനിയും വളരെയധികം കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാനുണ്ട്. ചെയ്താൽ അതിൻ്റേതായ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ടൂറിസം മേഖലയിൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കുട്ടികളൊക്കെ ആയിട്ട് ഒരു ചെറിയ ദിവസം സ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ ലുലു മാളുണ്ട്, അതുപോലെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സജ്ജീകരണങ്ങളുണ്ട്. ഇങ്ങനെ ഒരു ട്രിപ്പ്, 1 ഡേ ട്രിപ്പ് പോലെയുള്ളതൊക്കെ പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇനിയും വികസനങ്ങളിലെ പുതിയ പുതിയ കാര്യങ്ങൾ, എക്കണോമിക്കലി ഫീസിബിളായിട്ടുള്ള നമുക്ക് നിലനിൽക്കുന്ന കുറേ കാര്യങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ വരാനുണ്ട്. എല്ലാവർക്കും ഒന്നും വിദേശത്തൊന്നും ടൂറ് പോകാനായിട്ട് സൗകര്യം ഉണ്ടായെന്ന് വരില്ല. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം.